പ്രജിൻ, ഇലഞ്ഞിത്തറ മേളം നേരിട്ട് കണ്ടവരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലവിധ സ്ക്രീനുകളിലൂടെ ഇലഞ്ഞിത്തറ മേളത്തിന്റെ താളത്തിനൊപ്പം അവരുടെ ഹൃദയതാളം ചേർത്ത് വെച്ചുകൊണ്ട് പൂരത്തിന്റെ ഈ ആവേശക്കാഴ്ചയിൽ അലിഞ്ഞു ചേർന്നവരുമൊക്കെ ഇപ്പോൾ ആ താളത്തിന്റെ കുടിയിറക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. അങ്ങനെ ഒരു താള ലയത്തിലേക്ക്, അതിൻ്റെ താളവൃത്തത്തിലേക്ക് എല്ലാ മനുഷ്യരുടെയും മനസ്സുകൾ ഏകോപിപ്പിച്ച ഒരു, നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സിംഫണി പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇടത്ത് കലാശവും അടിച്ചു കലാശവും തകൃതിയും ത്രിപുടയും മുട്ടിന്മേൽ ചെണ്ടയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു താള വിസ്മയത്തിനാണ് ഇലഞ്ഞിത്തറ മേളയിലൂടെ ലോകത്തെമ്പാടും ഉള്ള പൂരപ്രേമികൾ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. വാദ്യ കലാകാരന്മാരെ അഭിനന്ദിക്കുന്നതിനും ആശംസകൾ അറിയിക്കുന്നതിനുമായി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അവിടെ എത്തി. അവരുടെ കലാപ്രകടനങ്ങളുടെ, അവരുടെ വാദ്യപ്രകടനങ്ങളെ അവരെ അഭിനന്ദിച്ചുകൊണ്ട് മന്ത്രി ഇപ്പോൾ മടങ്ങിയിരിക്കുന്നു. ഇലഞ്ഞിത്തറ മേളത്തിന് അങ്ങനെ ഇപ്പോൾ കൊട്ടിക്കലാശമായിരിക്കുന്നു. ഇനി നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ ഒന്നൊന്നായി നടക്കുകയാണ്. തെക്കോട്ടിറക്കത്തിനുള്ള സമയമാണ്. ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞു. ഇനി തെക്കോട്ടിറക്കമാണ്. പാറമേക്കാവ്, തിരുവമ്പാടി ഭഗവതിമാർ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിലൂടെ തേക്കിൻകാട് മൈതാനത്തേക്ക് പ്രവേശിക്കുന്ന ചടങ്ങാണ് തെക്കോട്ടിറക്കം. അതിലേക്ക് കടക്കുകയാണ് ഇനി. പാറമേക്കാവിന്റെ 15 ആനകൾ തെക്കോട്ടിറങ്ങി പഴയന്നൂർ ഭഗവതിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അവിടെ പോയി ഭഗവതിയെ വണങ്ങിയ ശേഷം ഈ ആനകൾ അവിടെ നിരന്നു നിൽക്കും. തൊട്ടു പിന്നാലെ തിരുവമ്പാടി വിഭാഗം തെക്കേ ഗോപുരത്തിലൂടെ ഇറങ്ങി പാറമേക്കാവ് വിഭാഗത്തിന് മുഖാമുഖം നിൽക്കുന്നു. അതിനുശേഷമാണ് ഈ തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും അവിസ്മരണീയമായ, ഏറ്റവും വർണ്ണാഭമായ കാഴ്ച എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കുടമാറ്റം എന്ന ചടങ്ങ് നടക്കാൻ പോകുന്നത്. വർണ്ണക്കുടകൾ നിവർത്തി ഏറ്റവും കണ്ണിന് ഇമ്പം നൽകുന്ന ഏറ്റവും സുന്ദരമായ ദൃശ്യമാണ്. ഈ രണ്ട് വിഭാഗം ദേവിമാരുടെയും പരസ്പരമായ കൂടിക്കാഴ്ചയാണ് ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. മുഖാമുഖം നിൽക്കുന്ന പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങൾ തമ്മിൽ പ്രൗഢഗംഭീരമായ വർണ്ണക്കുടകൾ പരസ്പരം ഉയർത്തിക്കാണിച്ച് മത്സരിക്കുന്ന ചടങ്ങാണ് കുടമാറ്റം. പക്ഷെ നമുക്കറിയാം, ഈ വെടിക്കെട്ട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുടമാറ്റം 15 മിനിറ്റായി ചുരുക്കിയിരിക്കുന്നു എന്നത് ഒരുപക്ഷെ ഈ ദുഃഖം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പൂരത്തിൻ്റെ ആവേശത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പൂരപ്രേമികളെ ഒരല്പം അവരെ നിരാശപ്പെടുത്തുന്നതാണെന്ന് നമുക്ക് പറയാം. നമുക്കറിയാം, കുടമാറ്റത്തിന് വർണ്ണാഭമായ കുടകൾ, അതിൽ ഒരു രഹസ്യമുണ്ട്. അത് വിസ്മയിപ്പിക്കുന്ന ഒന്നായിരിക്കും. അതിലെപ്പോഴും ഒരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ടാകാറുണ്ട്. ഓരോ കുട ഉയർത്തിയ ശേഷവും അത് 3 പ്രാവശ്യം വെഞ്ചാമരവും ആലവട്ടവും ഒക്കെ ഉയർത്തിയ ശേഷമാണ് അടുത്ത കുട ഉയർത്തുകയുള്ളൂ. അങ്ങനെ പരസ്പരം ഒരു ഏറ്റവും സുന്ദരമായ നയനാനന്ദകരമായ ഒരു കാഴ്ച സമ്മാനിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു മത്സരം കൂടി ഉണ്ടാകാറുണ്ട്. പൂരപ്രേമികളെ സംബന്ധിച്ച് അവർ ഇനി ഏത് കുടയായിരിക്കും അടുത്തത് ഉയർത്താൻ പോകുന്നത്, ഏത് നിറമായിരിക്കും, ഏത് വർണ്ണവും, ഏത് ചിത്രവും, എന്ത് പുതുമകളുമുള്ള കുടകളായിരിക്കും ഓരോ തവണയും ഉയർത്താൻ പോകുന്നത് എന്നൊക്കെയുള്ള ആകാംക്ഷ നിറഞ്ഞു നിൽക്കുന്ന മണിക്കൂറുകളാണ് കുടമാറ്റത്തിലൂടെ സംഭവിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ കുടമാറ്റം എന്നത് 15 മിനിറ്റായി ചുരുക്കിയിരിക്കുന്നു. ഏതായാലും ഓരോ പ്രാവശ്യവും കുട ഉയർത്തുന്നു. അതിനുശേഷം 3 പ്രാവശ്യം വെഞ്ചാമരവും ആലവട്ടവും ഉയർത്തി അതിനുശേഷം അടുത്ത കുട ഉയർത്തുന്നു. അങ്ങനെ തിടമ്പേറ്റിയ ആനയുടെ കുട മറ്റു 14 ആനകൾക്ക് ഉയർത്തുന്ന കുടയേക്കാൾ വ്യത്യസ്തതയുള്ളതായിരിക്കും എന്നതുകൂടി ഈ കാഴ്ചയ്ക്ക് തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവം നൽകുന്ന ഒന്നാണ്. ഓരോ വർഷവും ഈ പൂരത്തിൻ്റെ സമയത്ത് വ്യത്യസ്തങ്ങളായ, വൈവിധ്യങ്ങളായിരുന്ന കുടകൾ അവതരിപ്പിക്കുക എന്നതാണ് ഇരു വിഭാഗത്തിന് മുന്നിൽ. അതൊരു മത്സരബുദ്ധിയാൽ അവർ നടത്തിപ്പോരാറുള്ളതാണ്. പല നിലകളുള്ള കുടകൾ അടുത്ത കാലത്ത് അവതരിപ്പിച്ചതിൽ വ്യത്യസ്തമുള്ള ഒന്നായിരുന്നു 30 ആനകളുടെ മസ്തകം അലങ്കരിക്കുന്ന നെറ്റിപ്പട്ടങ്ങൾ. അത് ഈ 2 ഭാഗത്തെയും കൂടി ഉള്ള പല വിവിധ വിഭാഗങ്ങളിലുള്ള, വിവിധ സ്വഭാവത്തിലുള്ള വർണ്ണങ്ങളിലുള്ള കുടകൾ നിവർത്തിയതൊക്കെ നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകൾ സമ്മാനിച്ചിരുന്നു. ഏതായാലും 15 മിനിറ്റായി ഇതിൻ്റെ ദൈർഘ്യം വെട്ടിച്ചുരുക്കിയെങ്കിൽ പോലും ആ 15 മിനിറ്റ് ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കുക, ഏറ്റവും അവിസ്മരണീയമായ കാഴ്ചകൾ സമ്മാനിക്കുക എന്നതിലേക്കായിരിക്കും കുടമാറ്റ ചടങ്ങുകൾ നടക്കുക. അതുകൊണ്ട് ഏവരും വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഏറ്റവും സുന്ദരമായ ആ കാഴ്ചകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. തെക്കോട്ടിറക്കത്തിനുള്ള സമയമാണ് ഇനി. ഇലഞ്ഞിത്തറ മേളം പൂർത്തിയായിരിക്കുന്നു. പാറമേക്കാവ്, തിരുവമ്പാടി ഭഗവതിമാർ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നടയിലൂടെ തേക്കിൻകാട് മൈതാനത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പാറമേക്കാവിൻ്റെ 15 ആനകൾ തെക്കോട്ടിറങ്ങി പഴയന്നൂർ ഭഗവതിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന ആ സ്ഥലത്ത് പോയി ഭഗവതിയെ വണങ്ങി അവിടെ നിലനിൽക്കും. തൊട്ടു പിന്നാലെ തിരുവമ്പാടി വിഭാഗം തെക്കേ ഗോപുരത്തിലൂടെ ഇറങ്ങി പാറമേക്കാവ് വിഭാഗത്തിന് മുഖാമുഖം നിൽക്കും. ദേവിമാർ പരസ്പരം മുഖാമുഖം നിൽക്കുമ്പോഴാണ് ഏറ്റവും വർണ്ണാഭമായ കുടകൾ ഉയർത്തിക്കൊണ്ടുള്ള കുടമാറ്റ ചടങ്ങ് നടക്കാൻ പോകുന്നത്. പ്രജിൻ, ഇത്തവണ ഈ 15 മിനിറ്റ് ആണെങ്കിൽ പോലും
അതിനകത്തൊരു സർപ്രൈസ് എലിമെന്റ് ഉണ്ടാകുമെന്നാണ് എല്ലാ പൂരപ്രേമികളും വിശ്വസിക്കുന്നത്. ഏറ്റവും രസകരമായ, ഏറ്റവും കൗതുകമുള്ള കുടകളായിരിക്കും ഈ 15 മിനിറ്റ് നേരം ഇരു വിഭാഗങ്ങളും ഉയർത്തുക എന്നൊരു പ്രതീക്ഷയാണ് പൂരപ്രേമികൾക്കുള്ളത്. കാരണം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നീളുന്ന കുടമാറ്റം ഇത്തവണ ഈ 15 മിനിറ്റിലേക്ക് ഒതുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ആദ്യം സാധാരണ കുടകൾ വരുന്നു, പിന്നീട് ഈ ഇരുട്ട് പരക്കുന്നതോടുകൂടി തന്നെ ഈ LED ബൾബുകളുടെയും ഒക്കെ വിന്യാസങ്ങളുള്ള പുതിയ കുടകൾ, അതൊക്കെയാണ് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടത്. ഇത്തവണ അത്രമാത്രം സമയമില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും നല്ല കുടകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും രസകരമായ, ഏറ്റവും കൗതുകമുള്ള കുടകളായിരിക്കും ഒരുപക്ഷെ ഈ ഇരു വിഭാഗങ്ങളും കരുതിയിട്ടുള്ളത് എന്നാണ് പൂരപ്രേമികൾ ഒന്നടങ്കം പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അല്പസമയത്തിനകം മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. മറ്റൊരു പൂരങ്ങളിലും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് ഈ തൃശ്ശൂർ പൂരത്തെ പൂരങ്ങളുടെ പൂരം എന്ന് പോലും വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അല്ലെങ്കിൽ പൂർത്തിയായ ഈ ലഞ്ഞിത്തറ മേളം പോലും അത്തരത്തിൽ ഒന്നാണ്. ഈ സാധാരണഗതിയിൽ എല്ലാ വാദ്യമേളങ്ങളിലും ഇത്തരത്തിൽ ഈ പാണ്ടിമേളം, ആ താളമാണ് കുട്ടി കയറാറുള്ളത്. പക്ഷേ ഇവിടെ അതിനൊരു പ്രത്യേകതയുള്ളത്, സാധാരണഗതിയിൽ ഈ പാണ്ടി മേളം എന്ന് പറയുന്ന ഒരു അസുരതാളമാണ്. ഈ അസുരതാള സാധാരണഗതി ക്ഷേത്രത്തിനകത്ത്, മതിൽക്കെട്ടിനകത്ത് അങ്ങനെ കൊട്ടാറില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം നമ്മുടെ ക്ഷേത്രങ്ങളിലില്ല കേരളത്തിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇത് മതിൽക്കെട്ടിനകത്ത് തന്നെയാണ് ഈ പാണ്ടിമേളം കൂട്ടുന്നത്. ഇലഞ്ഞിത്തറയ്ക്ക് അടുത്ത് വെച്ച് കൂട്ടുന്നു എന്ന പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ അതിന് ഇലഞ്ഞിത്തറ മേളം എന്ന പേര് ചരിത്രത്തിൽ വന്നു എന്നുള്ളത് ഇതിൻ്റെ ഐതിഹ്യമൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പാണ്ടിമേളം കൂട്ടുന്ന ഒരു പൂരം അല്ലെങ്കിൽ ഒരു ക്ഷേത്രമായി ഇവിടെ മാറുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള പൂരമായി തൃശ്ശൂർ പൂരത്തിനെ വിലയിരുത്തപ്പെടുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഇലഞ്ഞിത്തറ മേളം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞത്. അത് ഈ മതിൽക്കെട്ടിനകത്ത് ഈ പടിഞ്ഞാറേ ഗോപുരത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു ഇലഞ്ഞി മരം, അതോട് ചേർന്നാണ് വർഷങ്ങളായി കൊട്ടിയിരുന്നത്. പിന്നീട് 2001 ആ വലിയ ഇലഞ്ഞി കടപുഴകി വീഴുന്നത്. പിന്നീട് അവിടെ പുതിയൊരു തൈ വെക്കുന്നു. അങ്ങനെ ആ കാലപ്പഴക്കത്തിന് ശേഷം സെപ്റ്റംബറിൽ 2001 സെപ്റ്റംബറിലാണ് അവിടെ നട്ട ഒരു ഇലഞ്ഞി, അതാണ് ഇപ്പോഴുള്ളത്. അവിടെയാണ് ഇപ്പോഴും ഈ ഇലഞ്ഞിത്തറമേളമൊക്കെ നടക്കുന്നത്. അങ്ങനെ ഓരോന്നിനും ഒരു കൃത്യമായ ചില ആചാരങ്ങളുണ്ട്. അതൊന്ന് എത്ര ദശാബ്ദങ്ങളായി തുടർന്നു വരുന്ന ആചാരങ്ങളാണ്. അത് തനിമ നഷ്ടപ്പെടാതെ അതിപ്പോഴും ഒരുപോലെ കാത്തുപോകുന്നു എന്നുള്ളതാണ് പൂരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അത് കൃത്യമായ ഒരു മുഹൂർത്തം ഒരു ചടങ്ങിനും ഇല്ല തൃശ്ശൂർ പൂരത്തിൽ എന്നുള്ളതാണ്. സമയക്രമങ്ങളുണ്ട്, പക്ഷേ ഒന്നിന് പിറകെ ഒന്നായി അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന ഇന്ന് ആദ്യം ഈ കണിമംഗലം ശാസ്താവിൻ്റെ ഘടകപൂരം വരുന്നത് തൊട്ട് പിന്നീട് ഓരോന്നും ക്രമമായി നടക്കുന്നു എന്നത് മാത്രമാണ്. അത് ഇന്ന സമയത്ത് നടക്കണം എന്നൊരു കണിശമായ കാര്യങ്ങളില്ല എന്നുള്ളതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അങ്ങനെ ഓരോന്നോരോന്നായി പൂർത്തിയാവുന്നു. ഇനിയിപ്പോൾ നേരത്തെ ഗോപി പറഞ്ഞതുപോലെ കുടമാറ്റം നടക്കാൻ പോവുകയാണ്. തൊട്ട് മുൻപായുള്ള തെക്കോട്ടിറക്കം, അതാണ് ഇനി നടക്കേണ്ടത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവിടെ ഇപ്പോൾ എല്ലാ വർഷവും കാണുന്നത് പോലെ ഇത്തവണയും കാണുന്നു. സൂചി എന്താണ് പറയുക, നമുക്ക് ഒരു പൂഴി വാരി എറിഞ്ഞു കഴിഞ്ഞാൽ താഴേക്കത് പതിക്കാത്ത രീതിയിൽ അത്രമാത്രം ആളുകൾ അവിടെ ഉണ്ട്. നിയന്ത്രണങ്ങളോടുകൂടി തന്നെയാണ് ഇത്തവണ ഇതൊക്കെ ആസ്വദിക്കാൻ അവർക്ക് കഴിയുക എന്നുള്ളത് ഒരു വാസ്തവമാണ്. നമുക്കവിടെ കാണാം. കൃത്യമായി ബാരിക്കേഡുകൾ വെച്ച് റോപ്പുകൾ കെട്ടി തിരിച്ചാണ് അവിടെ ആളുകളെ നിർത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.